ഹായ് ഗായ്സ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ? ഇന്ന് രാവിലെ വാപ്പിച്ച തേട് മീൻ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഇത് ക്ലീൻ ചെയ്യാൻ അറിയില്ല, വീട്ടിൽ ഉമ്മച്ചായുമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, അപ്പുറത്തെ വീട്ടിലെ ഉമ്മാടത്തേയും കൊണ്ട് കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു, ഉമ്മ എനിക്കിത് ക്ലീൻ ആക്കാൻ അറിയില്ല, എനിക്കിതൊന്ന് ശരിയാക്കി തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഉമ്മ പറഞ്ഞു, അതിനെന്താ മോളെ, ഞാൻ ക്ലീൻ ആക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഷോപ്പിൽ പോകണമായിരുന്നല്ലോ, അപ്പം ഞാൻ അതവിടെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ രാത്രിയിൽ തിരിച്ച് വന്നതിന് ശേഷം അവിടുന്ന് നമ്മുടെ ക്ലീൻ ചെയ്ത ഫിഷ് എടുത്തിട്ട് ഞാൻ രാത്രിയിൽ തന്നെ കറിയാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലെ മുളക് പൊടിക്ക് അത്യാവശ്യം നല്ല എരിവ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടെ എടുക്കുന്നുണ്ട്. മുളക് കറി ആക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഫിഷ് കറി റെഡിയാക്കാനായിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചൊന്ന് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ഞാൻ നമ്മുടെ ഉലുവ പൊട്ടിച്ചു. ശേഷം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചുവന്നുള്ളി, ഒരു പച്ചമുളക് കീറിയത്, കറിവേപ്പില, ഇത്രയിട്ട് ഞാനൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഇതായി കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ തക്കാളിയും കൂടി ആഡ് ചെയ്ത് ഒന്ന് വഴറ്റിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് വഴന്നു വന്നപ്പോൾ നമ്മുടെ പൊടികൾ ഉണ്ടല്ലോ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടിയുടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ആ പൊടികളും കൂടെ ഒന്ന് ചൂടായപ്പോൾ ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ നമ്മുടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷില്ലേ, അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുളിയും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഞാൻ അടച്ച് വെച്ചൊരു 5-10 മിനിറ്റോളം ഞാനത് വേവിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ എണ്ണ ചെറുതായിട്ടൊന്ന് തെളിഞ്ഞു വന്നപ്പോൾ നമ്മുടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാപ്പാലില്ലേ, അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഞാൻ വീണ്ടും ഒരു 6-7 മിനിറ്റോളം ഞാൻ അടച്ച് വെച്ച് ഒന്ന് കുറുകാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഫിഷ് കറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ രാത്രിയിൽ ചപ്പാത്തിയായിരുന്നു ആക്കിയിട്ടുണ്ടായിരുന്നത്. ചപ്പാത്തിയും നമ്മുടെ ബീട്രൂട്ട് മെഴുക്കുവരട്ടിയും ഈ ഫിഷ് കറിയും കൂട്ടിയിട്ടായിരുന്നു നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഈ ഒരു ചട്ടി ഫിഷ് കറി അന്ന് രാത്രി തന്നെ ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ ബായ്.